നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, പ്രശ്നപരിഹാരകനായ കർത്താവിൻ്റെ പിന്നാലെ ഒന്ന് കടന്നു വരാൻ പറ്റിയ എത്ര വലിയ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അവഗണിച്ചു എന്ന് തോന്നിയാലും കൈവിട്ടു എന്ന് തോന്നിയാലും സ്വർഗം പോലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ സ്വർഗത്തിൻ്റെ കവാടം കൊട്ടിയടച്ചു എന്ന് തോന്നിയാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നെ കാണുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയെന്ന് അളക്കുവാൻ വേണ്ടി അവൻ ഒരു പക്ഷേ നിശബ്ദനായതാകാം, ഒരു പക്ഷേ നിന്നെ അവഗണിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാകാം. എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന ക്രിസ്തു അവരെത്തേണ്ട സ്ഥലത്തെത്തിയപ്പോഴും മുന്നോട്ട് പോകുന്നതായി ഭാവിച്ചില്ല. അവരോടൊപ്പം കൂടാൻ അവർ വിളിച്ചു, അപ്പോഴാണ് അവൻ കയറി വന്നത്. ഇതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന അത് നന്മയുള്ളതാണെങ്കിൽ, നല്ലതാണെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് സാധിച്ചു തരുമെന്ന് മാത്രമല്ല, മറ്റെല്ലാവരുടെയും മുന്നിൽ നമ്മെ തന്നെ സാക്ഷ്യമായിട്ട് അവൻ ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്നതെന്ത് അത് നിനക്ക് ലഭിക്കട്ടെ. ചെറിയ കാര്യമൊന്നുമല്ല, നിനക്ക് സൗഖ്യം കിട്ടട്ടെ അല്ലെങ്കിൽ ജോലി കിട്ടട്ടെ എന്നുള്ളതല്ല. നീ ആഗ്രഹിക്കുന്നത് എന്തോ അത് നിനക്ക് ലഭിക്കും എന്ന ഗ്യാരണ്ടിയാണ്. ആഗ്രഹിക്കുന്നത് നന്മയായിട്ടുള്ളതാണെങ്കിൽ, അത് കൃപയായിട്ടുള്ളതാണെങ്കിൽ നിൻ്റെ ദൈവം നിനക്ക് സാധിച്ച് തന്നിരിക്കും. നമുക്ക് വേണ്ടത് ഒരമ്മയുടെ പക്കൽ ഒരു കുഞ്ഞിനുള്ള ആശ്രയ മനോഭാവത്തോടെ ചേർന്നിരിക്കാൻ, ചേർന്ന് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇത്തിരി നേരം കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പം മുന്നോട്ട് പോകാൻ അമ്മയ്ക്ക് പറ്റണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, ഈ അമ്മ ഈ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് വെക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് നടക്കാൻ പറ്റൂല. നമ്മളും ഇതുപോലെ കർത്താവിനെ മുന്നോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഉറപ്പാണ് അവൻ നമ്മെ എടുത്തുയർത്തി അവൻ്റെ ഒക്കത്ത് വയ്ക്കും. പിന്നെ നമ്മൾ നടക്കേണ്ട കാര്യം പോലുമില്ല, നമുക്ക് വേണ്ടി അവൻ നടന്നുകൊള്ളും, നമുക്ക് വേണ്ടതൊക്കെ അവൻ ചെയ്ത് തന്നുകൊള്ളും. ഈ ആഴമുള്ള വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ഈശോയുടെ പക്കൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കാം.